ആനിമെ കണ്ടു തുടങ്ങാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ, then I have a great list for you. In no particular order, let's begin. 2014 റിലീസായ ടെറർ ഇൻ റെസൊണൻസ് ആണ് എൻ്റെ ഫസ്റ്റ് സജഷൻ. 2014 റിലീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആനിമേഷൻ വളരെ നല്ലതാണ്. വെറും 11 എപ്പിസോഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ സീരീസ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് 2 ടീനേജേഴ്സിനെയാണ്. സിസ്റ്റത്തിനെതിരെയുള്ള അവരുടെ പോരാട്ടമാണ് ഈ സീരീസ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ബാക്കി നിങ്ങൾ കണ്ടു തന്നെ നോക്കൂ. ഇനിയൊരു ടൈം ട്രാവൽ ആനിമെ പരിചയപ്പെട്ടാലോ? 2016 പുറത്തിറങ്ങിയ ഇറേസ്ഡ്. വെറും 12 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു ക്രൈം ത്രില്ലർ സീരീസാണ് ഇറേസ്ഡ്. കൊറിയൻ സീരീസായ ട്രെയിൻ, സിഗ്നൽ എന്നീ സീരീസുകൾ ഇഷ്ടപ്പെട്ടവർക്ക് ഈ സീരീസും എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ വിധി അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം തരികയാണ്. ഇങ്ങനെ പാസ്റ്റിലെത്തിയ നമ്മുടെ നടൻ എങ്ങനെയാണ് സീരിയൽ കില്ലറെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ബാക്കി സീരീസ് പറയുന്നത്. 2016 പുറത്തിറങ്ങിയ വെറും 12 എപ്പിസോഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു മാഫിയാസോ കഥയാണ് 91 Days. കുട്ടിക്കാലത്ത് തന്നെ തന്റെ അച്ഛനെയും അമ്മയും അനിയനെയും ഒരു ഗ്യാങ് വാറിൽ നഷ്ടപ്പെടുന്ന നായകന്റെ ഒളിച്ചോട്ടവും തിരിച്ചുവരവും അവന്റെ പ്രതികാരവുമാണ് 91 Days. ഒരു മാഫിയാസോ കഥ 91 ദിവസങ്ങൾ കൊണ്ട് പറഞ്ഞു ചെയ്യാൻ പറ്റൂ? ഇല്ല. 12 എപ്പിസോഡുകൾക്കുള്ളിൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 91 Days. മൈനോറിറ്റി റിപ്പോർട്ടിനും സൈബർ പങ്കിനും ഒരു കുട്ടി ഉണ്ടായാലും എങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള ഒരു ആനിമയെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ളവരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ന്യൂട്രലൈസ് ചെയ്യുന്ന പോലീസിലെ ഒരു ക്രിമിനൽ വിങ്ങിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയാണ് സൈക്കോപാസ്. പിന്നീട് അങ്ങോട്ട് ആരാണ് ശരി, ആരാണ് തെറ്റ്, ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ആര് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെയാണ് സൈക്കോപാസിന്റെ മുന്നോട്ടുള്ള യാത്ര. 2004 ഇറങ്ങിയ ഒരു കൾട്ട് ക്ലാസിക് ആനിമയാണ് മോൺസ്റ്റർ. ഈ ആനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ, മോഡേൺ ഡേ ക്ലാസിക്. 2004 പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ ഇതിന്റെ ആനിമെ കുറച്ച് റെട്രോ സ്റ്റൈലാണ്. 74 എപ്പിസോഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ഷമ ഈ ആനിമെ കാണാൻ തീർച്ചയായും ആവശ്യമാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടും ഏറ്റവും ഗ്രിപ്പിംഗ് ആയിട്ടും എനിക്ക് തോന്നിയ വളരെ കുറച്ച് ആനിമകളേ ഉള്ളൂ. അതിലൊന്ന് മോൺസ്റ്ററാണ്. ഒരു സാധാരണ മനുഷ്യന് ലോകം കീഴടക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യോഹാൻ ലീബർട്ടിനെ കൊണ്ട് കഴിയും. അതും യാതൊരുവിധ സൂപ്പർ പവറുകളുടെ അകമ്പടി കൂടാതെ. മറ്റു മനുഷ്യരെ രക്ഷിക്കാൻ, സ്വന്തം മനുഷ്യത്വം ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഡോക്ടർ ടെൻമയുടെ കൂടെ നമുക്കും യോഹാൻ ലീബർട്ടിനെ അന്വേഷിച്ചിറങ്ങാം. അവിടെയാണ് മോൺസ്റ്റർ തുടങ്ങുന്നത്.